വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയൻ, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ സിദ്ദിഖുമായി സംസാരിക്കുകയായിരുന്നു. സിദ്ദിഖ് രാജിക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജി ഏത് സാഹചര്യത്തിലാണ് ജയൻ? ഒരു സംശയം വേണ്ട, ഇന്നലത്തെ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ 2019 ഇതേ നടി ഇതേ പ്രതികരണം നടത്തിയിരുന്നതാണ്. അന്ന് ആരോപണ വിധേയനായ ആളെ പിന്നീട് എങ്ങനെയാണ് AMMയുടെ ജനറൽ സെക്രട്ടറി ആക്കിയത്? അരുണെ, ഒരു സത്യം ഞാൻ പറയാം. അരുൺ തന്നെ അറിയാവുന്ന കൊണ്ട് ഞാൻ പറയാം. ഞാന് അമ്മയില് ഈ 2009 മെമ്പർ ആവുന്ന ഞാൻ ഇന്ന് വരെ ഒരു ഭാരവാഹിത്വത്തിലോട്ട് വന്നിട്ടുള്ള ആളല്ല. ഞാൻ ഇത്തവണത്തെ ഇലക്ഷനിൽ ഞങ്ങള് 3-4 പേര് മത്സരിച്ചു വന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഞാനുണ്ട്, അനൂപുണ്ട്, കുക്കു പരമേശ്വരനുണ്ട്. ഞങ്ങൾ 3 പേര് ഈ പറഞ്ഞ പോലെ നേരത്തെ ഭാരവാഹികളായിരുന്ന ആൾക്കാർക്കെതിരെ മത്സരിച്ച് കയറി വന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് അതുവരെ നമ്മൾക്ക് ഒരു ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നമ്മൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ പൊതുസമൂഹത്തിൽ പരാതികൾ കേൾക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ പോലെ, നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ വരുന്ന പരാതികൾ കേൾക്കുന്ന പോലെ ഒരു സാധാരണ ഒരു പൗരനെ പോലെ ഞാനും കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാലാവുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രതികരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നല്ല. അല്ലാതെ എനിക്ക് പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റുമായിരുന്നു? അരുൺ അറിയാമല്ലോ. പക്ഷേ ആ സാഹചര്യത്തിൽ നിങ്ങളുടെ മീറ്റിങ്ങുകളിലൊക്കെ നിങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ പവർ ഗ്രൂപ്പിലെ ഒരു പ്രധാനപ്പെട്ട നിലക്കാരൻ കൂടിയായിരുന്നു ഈ സിദ്ദിഖ് എന്നാണ്. അങ്ങനെ തരത്തിലുള്ള ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണല്ലോ ഒടുവിൽ ഈ വെളിപ്പെടുത്തൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ രാജിവെക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത്. അല്ല, ഈ സത്യത്തില് ഞാൻ സത്യമായിട്ട് പറയുന്നതാണ്. ഞാനിപ്പം പവർ ഗ്രൂപ്പ് ഞാൻ അരുണെന്നല്ല മാധ്യമങ്ങളിൽ നിന്ന് കേട്ട് പഠിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം എനിക്ക് സത്യത്തിൽ ഞാൻ ഒരുപാട് കുറച്ച് സിനിമകളിൽ ഇടക്കാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് സിനിമകൾ കുറച്ച് കുറവായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ എന്റെ തൊഴിൽ മേഖലയുമായിട്ട് വേറൊന്നുമല്ല, കുറച്ച് ക്രിയേറ്റീവ് സൈഡിൽ നമ്മൾ നിൽക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വ്യക്തതയായിട്ടൊരു അറിവില്ലാതെ ഞാനത്